बाप दादा सभी बच्चों की पांच स्वरूप दे रही। पहला अनादि ज्योति बिंदु स्वरूप। याद है ना अपना स्वरूप? याद है ना? भूल तो नहीं जाती। दूसरा है आदि देवता स्वरूप। पहुंच गए देवता स्वरूप में, पहुंच गए, चले गए देवता रूप में। तीसरा मध्य में पूज्य स्वरूप। चौथा है संगम युगी ब्रह्मांड स्वरूप। और लास्ट में है फरिश्ता स्वरूप। पंछी रूप याद आगे आगे। अच्छा, एक सेकंड में ये पंछी रूपों में अनुभव कर सकते हो अपने को। 1 2 3 4 5 अनुभव कर सकते हो, कर सकते हो, कर रहे हो। ये पांची स्वरूप कितने प्यारे। जब जाओ जिस भी रूप में स्थित होने जाओ, सोचा और अनुभव किया। ये रूहानी मन की एक्सरसाइज, और ये एक्सरसाइज करते रहेंगे तो बिल्कुल लाइट हो जाए, अभ्यास हो जाएगा।
ओम शांति शांति। ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ഓം ശാന്തി. ഇന്നത്തെ മുരളിയിൽ ബാബ റിഗാർഡിനെ പറ്റിയും അതുപോലെ ഡിസ്റിഗാർഡിനെ പറ്റിയും. ബാബയോട് റിഗാർഡ് വെക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ബാബ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ശരിയായ രീതിയിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ബാബയോട് റിഗാർഡ് വെക്കുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? മന്മഥത്തിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മുരളി ശ്രദ്ധിക്കാം. ഇന്നത്തെ ഡേറ്റ് 22/11/2024. मीठे बच्चे, बाप की श्रीमत पर चलना ही बाप का रिगार्ड रखना है. मनमत पर चलने वाले डिसरिगार्ड करते हैं. മധുരമായ കുട്ടികളെ, ബാബയുടെ ശ്രീമതത്തിലൂടെ നടക്കുമ്പോഴാണ് ബാബയുടെ റിഗാർഡ് വയ്ക്കുക അഥവാ ആദരവ് വയ്ക്കുന്നത്. മന്മഥത്തിലൂടെ നടക്കുമ്പോൾ ഡിസ്റിഗാർഡ് ചെയ്യുന്നു.
മന്മഥത്തിലൂടെ നടക്കുമ്പോൾ ഡിസ്റിഗാർഡ് ചെയ്യുന്നു. അതായത് അനാദരവ് കാണിക്കുന്നുവെന്ന്. പ്രശ്ന गृहस्थ व्यवहार में रहने वालों को किस एक बात के लिए बाप मना नहीं करते लेकिन एक डायरेक्शन देते हैं, वह कौन सा? ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിയുന്നവരോട് ബാബ ഏതൊരു കാര്യത്തിൽ വിലക്കുന്നില്ല, പക്ഷേ ഒരു നിർദ്ദേശം നൽകുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിയുന്നവരെ ബാബ ഏത് കാര്യത്തിൽ വിലക്കുന്നില്ല, പക്ഷെ ഒരു നിർദ്ദേശം നൽകുന്നു. അത് ഏത് കാര്യമാണ്? ബാബ ഉത്തരം പറയുകയാണ്. ബാബ कहते बच्चे तुम फल सभी के कनेक्शन में आओ, कोई भी नौकरी आदि करो, संपर्क में आना पड़ता है, रंगीन कपड़े पहनने पड़ते हैं तो पहनो, बाबा की मना नहीं है. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ സർവരുടെയും സംബന്ധത്തിൽ വരൂ, ജോലി ചെയ്യൂ, സമ്പർക്കത്തിൽ വരേണ്ടതായി വരുന്നു. നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടതായി വരുന്നു. നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടതായിട്ട് വരുന്നു. ബാബ വിലക്കുന്നില്ല. बाबा तो सिर्फ डायरेक्शन देते हैं, बच्चे देह सहित देह के सब संबंधों से ममत्व निकाल मुझे याद करो. ബാബ കേവലം നിർദ്ദേശം നൽകുന്നു. കുട്ടികളെ, ദേഹസഹിതം സർവസംബന്ധങ്ങളോടുമുള്ള മമത്വം ഒഴിവാക്കി എന്നെ ഓർമ്മിക്കൂ. ബാബ നിർദ്ദേശം നൽകുന്നു. ദേഹസഹിതം ദേഹത്തോടുള്ള സർവസംബന്ധങ്ങളും ഒഴിവാക്കി എന്നെ ഓർമ്മിക്കൂ. ओम शांति. शिव बाबा बैठ बच्चों को समझाते हैं, अर्थात आप समान बनाने का पुरुषार्थ कराते हैं. शिव ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, അഥവാ ബാബയുടെ സമാനമാക്കി മാറ്റാനുള്ള, സ്വയമിൻ്റെ സമാനമാക്കാനുള്ള പുരുഷാർത്ഥം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ജൈസെ മേ ജ്ഞാൻ കാ സാഗർ ഹൂ വൈസെ ബച്ചെ ബി ബനെ. ഏത് തരത്തിൽ ഞാൻ ജ്ഞാനസാഗരനാണ്, അതേ തരത്തിൽ കുട്ടികളും കൂടി അതായി തീരണം. യഹ് തോ മീഠേ ബച്ചെ ജാൻതേ ഹേ സബ് ഏക് സമാൻ നെഹി ബനെങ്കെ. ഇത് മധുരമായ കുട്ടികൾ അറിയുന്നു, അതായത് സർവരും ഒരേ സമാനം ആവുകയില്ല. പുരുഷാർത്ഥോ ഹർ ഏക് കോ അപ്ന അപ്ന കർണ ഹോത്താ ഹെ. പുരുഷാർത്ഥം ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ അവരവരുടേതായ പുരുഷാർത്ഥം ഓരോരുത്തർക്കും ചെയ്യേണ്ടതായിട്ട് വരുന്നു. स्कूल में स्टूडेंट तो बहुत पढ़ते हैं परंतु सब एक समान पास विद ऑनर नहीं होते. വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾ ധാരാളം പഠിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും ഒരേ സമാനം ബഹുമതിയോട് കൂടി പാസ്സാവുന്നില്ല.
ഫിർ ഭി ടീച്ചർ പുരുഷാർത്ഥ് കരാത്തെ ഹെ. എങ്കിൽ കൂടി ടീച്ചർ എന്ത് ചെയ്യുന്നു? എല്ലാവരെയും ഒരേ രീതിയിൽ പുരുഷാർത്ഥം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരണ കൂടി നൽകുന്നുണ്ട്. തും ബच्चे भी പുരുഷാർത്ഥ് കർത്തേ ഹോ. നിങ്ങൾ കുട്ടികൾ കൂടി പുരുഷാർത്ഥം ചെയ്യുന്നു. ബാപ് പൂജ്തേ ഹേ തും ക്യാ ബനെങ്കെ. ബാബ ചോദിക്കുന്നു, നിങ്ങൾ എന്തായി തീരും? സബ് കഹെങ്കെ ഹം ആയേ ഹി ഹേ നർസേ നാരായൺ നാരി സേ ലക്ഷ്മി ബന്നെ. എല്ലാവരും ഒരുമിച്ച് പറയും. എന്തു പറയും? ഞങ്ങൾ വന്നത് തന്നെ നരനിൽ നിന്ന് നാരായണനാകാൻ വേണ്ടി, നാരിയിൽ നിന്ന് ലക്ഷ്മിയാകാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന്. യഹ് തോ ടീക് ഹേ പരന്തു അപ്നി ആക്ടിവിറ്റീസ് ഭി ദേഖോ നാ. ഇപ്പോൾ ബാബ പറയുന്നു, ഇതെല്ലാം ശരിയാണ്. ബാബ ഈ ഉത്തരം കേട്ടിട്ട് പറയും, ഇതെല്ലാം ശരി തന്നെ, പക്ഷേ സ്വയമിൻ്റെ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ കൂടി ഒന്ന് നോക്കൂ എന്ന്. ബാബ് ഭി അച്ഛേ ഊഞ്ചത്തെ ഊഞ്ചേ. ബാബയും കൂടി ഉയർന്നതിലും വെച്ച് ഉയർന്നവരാകുന്നു. ടീച്ചർ ഭി ഹേ ഗുരു ഭി ഹേ ഹം ഇസ് ബാബ് കോ കോയി ജാനത്തെ നഹി. ടീച്ചറാകുന്നു, ഗുരുവാകുന്നു, പക്ഷെ ബാബയെ ആർക്കും തന്നെ അറിയുന്നില്ല. തും ബच्चे ജാനത്തെ ഹോ ശിവബാബ ഹമാര ബാബ ഭി ഹേ ടീച്ചർ ഭി ഹേ സദ്ഗുരു ഭി ഹേ. നമ്മൾ അറിയുന്നു ശിവബാബ നമ്മുടെ അച്ഛനും അതുപോലെ അധ്യാപകനും ഗുരുവുമാണെന്ന്, സദ്ഗുരുവുമാണെന്ന്. പരന്തു വഹ് ജൈസാ ഹേ വൈസ ഉൻകോ ജാൻനാ ഭി മുഷ്കിൽ ഹേ. പക്ഷെ എന്താണ് അവരെ ആ രീതിയിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ബാപ് കോ ജാനേംഗെ തോ ടീച്ചർ പന ഭൂൽ ജായേഗ ഫിർ ഗുരു പന ഭൂൽ ജായേഗ. ബാബയെ നമ്മൾ ശരിയായ രീതിയിൽ അറിയുകയാണെങ്കിൽ നമ്മൾ ടീച്ചർമാരെയും അതുപോലെ ഗുരുക്കന്മാരെയും ഒക്കെ നമ്മൾ മറക്കും. റിഗാർഡ് ഭി ബാപ് കാ ബച്ചോം കാ രഖ്നാ ഹോത്താ ഹെ. അപ്പോൾ ബാബയ്ക്ക് കുട്ടികളുടെ ഒരു റിഗാർഡും കൂടി വെക്കണം. റിഗാർഡ് കിസ്കോ കഹാ ജാത്താ ഹെ. അതായത് കുട്ടികൾ അച്ഛൻ്റെ ഒരു റിഗാർഡ് കൂടി വെക്കണം. റിഗാർഡ് എന്ന് എന്തിനെയാണ് പറയുക? ബാബ് ജോ പഠാത്തേ ഹേ അച്ചി രീതി പഠിത്തേ ഹേ ഗോയ റിഗാർഡ് രഖ്തേ ഹേ. ബാബ എന്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അത് നല്ല രീതിയിൽ പഠിക്കുമ്പോൾ നമ്മൾ റിഗാർഡ് വയ്ക്കുന്നു. ബാബ് തോ ബഹുത് മീഠാ ഹേ അന്തർ മേ ബഹുത് ഖുഷി കാ പാര ചടാ രഹനാ ചാഹിയെ. ബാബ വളരെ മധുരമാണ്, അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ ആ തലം, ആ ലഹരി എന്തായിരിക്കണം? വളരെയധികം ഉയർന്ന രീതിയിലായിരിക്കണം. കാപ്പാരി ഖുഷി രഹ്നിച്ച്, അത്രയും നല്ല രീതിയിലുള്ള നമുക്ക് സന്തോഷമുണ്ടായിരിക്കണം. ഹരേക്ക് അപ്നെ സെ പൂച്ചേ ഹംകോ കൈസി ഐസി ഖുഷി ഹേ. പാപ്പ പറയുകയാണ്, എല്ലാവരും സ്വയമിനോട് ചോദിക്കുക, നമുക്ക് അത്രയും സന്തോഷമുണ്ടോ? ഏക് സമാൻ സബ് തോ രഹ് നഹി സക്തി. എല്ലാവർക്കും ഒരേ സമാനം കഴിയാൻ സാധ്യമല്ല. പഠായി മേ ഭി വാസ്റ്റ് ഡിഫറൻറ്റ് ഹേ. പഠിപ്പിൽ കൂടി വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. ഉൻ സ്കൂളും മേ ഭി കിത്തന ഫറക് രഹ്താ ഹേ. ആ സ്കൂളുകളിലും എത്ര വ്യത്യാസമാണ് ഉണ്ടാകുക. വഹ് തോ കോമൺ ടീച്ചർ പഠാത്തേ ഹേ യഹ് തോ അൺകോമൺ. അവിടെ സാധാരണയായിട്ടുള്ള ഒരു ടീച്ചറാണ് പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ എന്താണ്? സാധാരണമല്ല, അസാധാരണമായിട്ടുള്ള ഒരു ടീച്ചറാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഐസ ടീച്ചർ കൊയ് ഹോത്താ ഹി നഹി. അത്തരത്തിലുള്ള ഒരു അധ്യാപകൻ വേറെ എവിടെയും ഉണ്ടാവുകയില്ല. കിസ്കോ യഹ് പത്താ ഹി നഹി കി നിരാകാർ ഫാദർ ടീച്ചർ ഭി ബനത്തെ ഹെ. ആർക്കും ഇതറിയില്ല, അതായത് നിരാകാരനായ അച്ഛനാണ് അധ്യാപകനായി തീരുന്നത് എന്ന്. ഫൽ ശ്രീകൃഷ്ണ കാ നാം ദിയാ ഹെ പരന്തു ഉൻകോ പത്താ ഹി നഹി കി വ ഫാദർ കൈസെ ഹോ സക്ത. ശ്രീകൃഷ്ണൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർക്കറിയില്ല അവരച്ഛൻ എങ്ങനെയാണ് ആകുക. ശ്രീകൃഷ്ണ തോ ദേവതാ ഹേന. ശ്രീകൃഷ്ണൻ ആരാണ്? ദേവതയാണ്. യൂം തോ കൃഷ്ണ നാം ഭി ബഹുത്തോം കാ ഹെ പരന്തു കൃഷ്ണ കഹനെ സെ ഹി ശ്രീകൃഷ്ണ സാമനെ ആ ജായേഗ. കൃഷ്ണൻ എന്നുള്ള പേര് പലർക്കും ഉണ്ടാകും, പക്ഷെ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ശ്രീകൃഷ്ണൻ്റെ മയിൽപ്പീലി കിരീടത്തിൽ ധരിച്ച ശ്രീകൃഷ്ണൻ്റെ രൂപമാണ് നമുക്ക് മുന്നിൽ വന്നു ചേരുക. വഹ് തോ ദേഹധാരി ഹേന തും ജാൻതേ ഹോ യഹ് ശരീർ ഉൻകാ നഹി ഹെ. അവർ ദേഹധാരിയാണ്, നിങ്ങൾ അറിയുന്നു, അതായത് ഈ ശരീരം അവരുടേത് അല്ല എന്ന്. ഖുദ് കഹത്തെ ഹെ മേനെ ലോൺ ലിയാ ഹെ. സ്വയം അവർ പറയുന്നുണ്ട്, അതായത് ഞാൻ ലോൺ എടുത്തിട്ടാണുള്ളത് എന്ന്. യഹ് പഹലെ ഭി മനുഷ്യ താ അബ് ഭി മനുഷ്യ ഹെ. ഇവർ ആദ്യം മനുഷ്യരായിരുന്നു, ഇപ്പോഴും മനുഷ്യൻ തന്നെയാണ്. യഹ് ഭഗവാൻ നഹി ഹെ വഹ് തോ ഏക് ഹി നിരാകാർ ഹെ. ഭഗവാനല്ല, അവർ ഒരേ ഒരു നിരാകാരിയാണ്. അബ് തും ബച്ചോം കോ കിത്നേ രാസ് സംജാത്തെ ഹി. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് എത്ര രഹസ്യമാണ് മനസ്സിലാക്കി തരുന്നത്. परंतु फिर भी फाइनल ही बाप समझना टीचर समझना यह अभी हो नहीं सकता.
ഘടി ഘടി ഭൂൽ ജായെങ്കെ. പക്ഷെ അവസാനം അച്ഛനെന്ന് മനസ്സിലാക്കുക, അതുപോലെ ടീച്ചറെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴും സംഭവിക്കുന്നില്ല, അത് ഫൈനലിൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഇടയ്ക്കിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ദേഹധാരി തരഫ് ബുദ്ധി ചലി ജാത്തി ഹെ. ദേഹധാരിയുടെ നേരെ നമ്മുടെ ബുദ്ധി പോകുന്നു. ഫൈനൽ ബാപ്പ് ടീച്ചർ സദ്ഗുരു ഹെ. യേ നിശ്ചയ ബുദ്ധി മേ അഭി നഹി ഹെ. അതായത് അവസാനം അച്ഛൻ, ടീച്ചർ, അതുപോലെ സദ്ഗുരു, ഇതെല്ലാം നമ്മുടെ ഈ നിശ്ചയം ബുദ്ധിയിൽ ഇപ്പോഴില്ല. ഇപ്പോഴതെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, മറന്നു പോയിരിക്കുകയാണ്. സ്റ്റുഡൻസ് കഭി ടീച്ചർക്കോ ഭൂലെങ്കെ ക്യാ. ബാബ ചോദിക്കുന്നു, അതായത് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ എപ്പോഴെങ്കിലും അച്ഛനെ മറക്കുമോ എന്ന്. ഹോസ്റ്റൽ മേ ജോ രഹത്തെ ഹേ വോ തോ കഭി നഹി ഭൂലെങ്കെ. ഹോസ്റ്റലിൽ ആരാണ് കഴിയുന്നത്, അവരൊരിക്കലും മറക്കുകയില്ല. ജോ സ്റ്റുഡൻറ്റ് ഹോസ്റ്റൽ മേ രഹത്തെ ഹേ ഉനോം തോ പക്ക ഹോഗാന. ഉനേം തോ പക്ക ഹോഗാന. ഏത് സ്റ്റുഡൻസാണ് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നത് അവർക്കത് പക്കയായിരിക്കും. യഹാം തോ വഹ് ബി പക്ക നിശ്ചയ നഹി. ഇവിടെ ആ ഒരു ഉറച്ച നിശ്ചയം കൂടി ഇല്ല. നമ്പർവാർ പുരുഷാർത്ഥ അനുസാർ ഹോസ്റ്റൽ में बैठे हैं तो जरूर स्टूडेंट्स है परंतु यह पक्का निश्चय नहीं है. നമ്പർവാറായിട്ടുള്ള പുരുഷാർത്ഥം അനുസരിച്ച് ഹോസ്റ്റലിൽ ആരാണ് കഴിയുന്നത് അവർ തീർച്ചയായും സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ തന്നെയാണ്. പക്ഷേ ഈ ഉറച്ച നിശ്ചയമില്ല. ജാൻതേ ഹേ സബ് അപ്നെ അപ്നെ പുരുഷാർത്ഥ അനുസാർ പദ് ലേ രഹേ ഹേ. അവർക്കറിയാം, അതായത് സ്വയംൻ്റേതായ പുരുഷാർത്ഥം അനുസരിച്ച് അവർ പദവി എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയാം. उस पढ़ाई में तो फिर भी कोई बैरिस्टर बनते हैं, इंजीनियर बनते हैं, डॉक्टर बनते हैं. यहाँ तो तुम विश्व के मालिक बन रहे हो. അവിടെ അവർ ബാരിസ്റ്ററായിത്തീരുന്നു, എൻജിനീയറായിത്തീരുന്നു, ഡോക്ടേഴ്സൊക്കെ ആയിത്തീരുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ആരായിത്തീരുന്നു, നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരികളായി മാറുകയാണ് ചെയ്യുന്നത്. तो ऐसे स्टूडेंट की बुद्धि कैसी होनी चाहिए, ചലൻ വാർത്താലാപ് കൈസ അച്ഛാ ഹോനാ ചാഹിയെ. അപ്പോൾ ബാബ പറയാണ്, അത്തരത്തിലുള്ള കുട്ടികളുടെ ബുദ്ധി എത്രമാത്രം നല്ലതായിരിക്കണം, ക്ലിയർ ആയിരിക്കണം എന്നുള്ളത്. അതുപോലെ അവരുടെ നടപ്പ്, പെരുമാറ്റ രീതികൾ, സംസാരം, ഇതൊക്കെ എങ്ങനെയായി ഇരിക്കണം. കാരണം നമ്മൾ ആരായിത്തീരുന്നവരാണ്, കേവലം ഡോക്ടറോ എൻജിനീയറോ ആയിത്തീരുന്നവർ മാത്രം അല്ല, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരികളായി മാറുന്നവരാണ്. ബാപ്പ് സംജാത്തെ ഹേ ബച്ചേ തുംകോ കഭി റോനാ നഹി ഹെ, തും വിശ്വ കെ മാലിക് ബനത്തെ ഹോ. യാ ഹുസൈൻ നഹി മച്ചാനി ചാഹിയെ. നിങ്ങളൊരിക്കലും, ബാബ പറഞ്ഞു തരിക, മനസ്സിലാക്കി തരിക, നിങ്ങളൊരിക്കലും കരയരുത്, നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരികളായി മാറുന്നവരാണ്. അതുകൊണ്ട് യാതൊരു നിലവിളിയും ഒച്ചപ്പാടൊന്നും ഉണ്ടാകരുത്. യാ ഹുസൈൻ മച്ചാന യഹി ഹൈയസ്റ്റോന. ഇത് നിലവിളി കൂട്ടി കരയുക എന്നൊക്കെ പറയുന്നത് ഇത് വളരെ ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഒരു കരച്ചിലാണ്. बाप तो कहते हैं जिन रोया तिन खोया, विश्व की ऊंचते ऊंच बादशाही गवा बैठते हैं. ബാബ പറയുന്നു, ആരാണ് കരയുന്നത് അവർ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, വിശ്വത്തിൻ്റെ ഉയർന്ന ചക്രവർത്തി പദവി കൂടി അവർ നഷ്ടപ്പെടുത്തുന്നു. कहते तो है मैं നർസെ നാരായൺ ബന്നെ ആയേ പരന്തു ചലൻ കഹാം. ഇങ്ങനെ പറയും നിങ്ങൾ, അതായത് ഞാൻ ചോദ്യം ചോദിച്ചാൽ പറയും എന്തിനാ വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ പറയും നരനിൽ നിന്ന് നാരായണനായി മാറാൻ, നരിയിൽ നിന്ന് ലക്ഷ്മിയായി മാറാൻ എന്നൊക്കെ. പക്ഷെ ബാബ പറയുകയാണ് അതിനുള്ള നടപ്പ് രീതികളൊക്കെ എവിടെയാണുള്ളത് എന്ന്. നമ്പർവാർ പുരുഷാർത്ഥ അനുസാർ സ പുരുഷാർത്ഥ് കറേഹെ. നമ്പർവാർ ആയിട്ടുള്ള പുരുഷാർത്ഥം അനുസരിച്ച് നമ്മൾ നമ്പർവാറായിട്ട് നമ്മൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. कोई तो अच्छी रीति पास हो स्कॉलरशिप ले लेते हैं, कोई ना पास हो जाते हैं. ചിലർ നല്ല രീതിയിൽ പാസ്സായിട്ട് സ്കോളർഷിപ്പ് എടുക്കുന്നു, ചിലരെന്താണ് അവിടെ തോറ്റു പോവുകയാണ് ചെയ്യുന്നത്. നമ്പർവാർ तो होते ही है पर तुम्हारे में भी कोई तो पढ़ते हैं कोई पढ़ते भी नहीं. നമ്പർവാറായിട്ട് ചിലർ പഠിക്കുന്നു, ചിലർ പഠിക്കുന്നു കൂടിയില്ല. जैसे गाँव वालों को पढ़ना अच्छा नहीं लगता है, घास काटने के लिए बोलो तो खुशी से जाएंगे. ഉദാഹരണം പറയുകയാണ്, ഗ്രാമത്തിലുള്ളവർക്ക് പഠിക്കുന്നത് എന്ന് പറയുന്ന കാര്യം വളരെ അത്ര നല്ല ഇഷ്ടമായിരിക്കില്ല. പക്ഷെ അവരോട് പുല്ല് മുറിക്കാനൊക്കെ, പുല്ല് ചെത്താനൊക്കെ പറയുകയാണെങ്കിൽ അവർ വളരെ സന്തോഷത്തോടു കൂടി ആ കർമ്മം അവർ ചെയ്യും. ഉസ്മേം സ്വതന്ത്ര ലൈഫ് സമജ്തേ. അതായത് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ അവരെന്താണ്, ഒരു ഇൻഡിപെൻഡൻ്റ് ലൈഫായിട്ട്, സ്വതന്ത്ര ജീവിതമായിട്ട് അവരതിനെ കണക്കാക്കുന്നു.
പഠന ബന്ധൻ സമജ്തേ ഹെ ഐസെ ഭി ബഹുത് ഹോത്തെ ഹെ. പഠിക്കുക എന്നത് ഒരു ബന്ധനമായിട്ട് കരുതുന്നവരുണ്ട്. തരത്തിൽ ബാബ പറയുകയാണ് അത്തരത്തിൽ ധാരാളം പേരുണ്ടെന്ന്. സാഹുകാരോ മേം ജമീന്ദാർ ലോഗ് ഭി കം നഹി ഹോത്ത. ധനവാന്മാരിൽ ഭൂ ഉടമകളും കുറവൊന്നുമല്ല. അപ്നിക്കോ ഇൻഡിപെൻഡൻറ്റ് ബഡാ ഖുഷി മേരെ സമജ്തേ ഹെ. സ്വയമിനെ വളരെ സ്വതന്ത്രരായിട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നവരായിട്ട് മനസ്സിലാക്കുന്നു. നൗക്കരി നാം തോ നഹി ഹേന. ജോലി എന്ന പേര് കൂടിയില്ല. ऑफिसरी आदि में तो मनुष्य नौकरी करते हैं ना. अभी तुम बच्चों को बाप पढ़ाते हैं विश्व का मालिक बनाने. ഓഫീസിലൊക്കെ മനുഷ്യരെന്താണ് ജോലി ചെയ്യുന്നതുണ്ട്. പക്ഷേ ബാബ നമ്മളെ ആരാക്കി മാറ്റാനാണ്, നമ്മളെ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളെ പഠിപ്പിക്കുന്നത്, മറിച്ച് നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റാനാണ് നമുക്ക് ബാബ ജ്ഞാനമൊക്കെ നൽകുന്നത്. नौकरी के लिए नहीं पढ़ाते, तुम तो इस पढ़ाई से विश्व का मालिक बनने वाले होना. നിങ്ങളെ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല പഠിപ്പിക്കുന്നത്. ഈ പഠിപ്പിലൂടെ നിങ്ങൾ ആരായിത്തീരുന്നു? വിശ്വത്തിൻ്റെ അധികാരിയായി മാറുന്നു. ബഡി ഊഞ്ചി പടായി ടഹരി. അപ്പോൾ ഇതെന്തായി? വളരെ ഉയർന്ന രീതിയിലുള്ള ഒരു പഠിപ്പായി മാറി. തും വിശ്വക്കെ മാലിക് ബിൽക്കുൽ ഇൻഡിപെൻഡൻറ്റ് ബൻ ജാത്തെ ഹോ. നിങ്ങൾ ആരായിത്തീരുന്നു? വിശ്വത്തിൻ്റെ അധികാരികളായിത്തീരുന്നു, സ്വതന്ത്രരായിട്ട് മാറുന്നു. ബാത് കിത്നി സിമ്പിൾ ഹെ. ബാബ പറയുകയാണ് എത്ര എളുപ്പമായിട്ടുള്ള കാര്യമാണ്. एक ही पढ़ाई है जिससे तुम इतने ऊंच महाराजा महारानी बनते हो सो भी पवित्र. ഒരേ ഒരു പഠിപ്പാണ് അത്. ഉയർന്നതിലും വെച്ച് ഉയർന്ന ഒരു മഹാരാജാവ് മഹാറാണി ആ തലത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു പഠിപ്പാണ് കൂടി പവിത്രമായിട്ടുള്ളത്. തും തോ കഹത്തെ ഹോ കോയി ഭി ധർമ്മവാലാ ഹോ ആക്കർ പഠേ. നിങ്ങൾ പറയുന്നു ഏത് ധർമ്മത്തിലുള്ളവരായാലും വന്ന് പഠിക്കുക. സംജേംഗെ യഹ് പഠായി തോ ബഹുത് ഊഞ്ചി ഹെ വിശ്വക്കെ മാലിക് ബൻത്തെ ഹോ. മനസ്സിലാക്കുന്നു ഈ പഠിപ്പ് വളരെ വലുതാണ്, വിശ്വത്തിൻ്റെ അധികാരികളാകുന്നു. യഹ് തോ ബാപ് പഠാത്തെ ഹെ. ആരാണ് പഠിപ്പിക്കുന്നത്? നമ്മളെ അച്ഛനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. തുമാരി അബ് ബുദ്ധി കിത്നി വിശാൽ ബനി ഹെ. നിങ്ങളുടെ ബുദ്ധി എത്ര വിശാലമായിരിക്കുകയാണ് ഈ സമയത്ത്. ഹദ് കി ബുദ്ധി സെ ബെഹദ് കി ബുദ്ധി മേ ആയേ ഹോ നമ്പർവാർ പുരുഷാർത്ഥനുസാർ. അതായത് വളരെ മിതമായിട്ടുള്ള ഒരു ബുദ്ധിയിൽ നിന്ന് നമ്മളിപ്പോൾ പരിധിയില്ലാത്ത ബുദ്ധിയുള്ളവരായിട്ട് മാറിയിരിക്കുകയാണ്. അതും കൂടി നമ്പർ വാറായിട്ടുള്ള പുരുഷാർത്ഥം അനുസരിച്ച്. കിത്നി ഖുഷി രഹത്തി ഹെ ഹം സബ് ഓരോം കോ വിശ്വ കാ മാലിക് ബനാവെ. എത്ര സന്തോഷം ഉണ്ടായിരിക്കും നമ്മൾ മറ്റുള്ളവരെയും കൂടി നമ്മൾ വിശ്വത്തിൻ്റെ അധികാരികളാക്കി മാറ്റുകയാണ്. वास्तव में नौकरी तो फल वहाँ भी होती है. दास दासियाम नौकर आदि तो चाहिए ना. വാസ്തവത്തിൽ ജോലിയൊക്കെ അവിടെയും ഉണ്ടായിരിക്കും, സത്യത്തിലുണ്ടായിരിക്കും. അവിടെ നമുക്ക് ദാസദാസിമാരും അതുപോലെ മറ്റു ജോലി ചെയ്യുന്നവരൊക്കെ വേണമല്ലോ. പഠേ के आगे अनपढ़े भरी ठोएंगे, इसलिए बाप कहते हैं अच्छी रीति पढ़ो तो तुम यह बन सकती हो. പഠിച്ചവരുടെ മുന്നിൽ പഠിക്കാത്തവർ തലകുനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാബ പറയുകയാണ് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതായി മാറാൻ സാധിക്കുമെന്ന്. കഹത്തെ ഭി ഹേ ഹം യഹ് ബനെങ്കെ. ഇങ്ങനെ പറയുന്നു, അതായത് നമ്മൾ ഇതായി തീരും, ഇവരായി മാറും. പരന്തു പഠെങ്കെ നിഹി തു ക്യാ ബനെങ്കെ. പക്ഷെ പഠിക്കുന്നില്ല എങ്കിൽ എന്തായി തീരും? നെഹി പഠത്തെ ഹേ തു ഫിർ ബാപ് കോ ഇത്തന റിഗാർഡ് സെ യാദ് നെഹി കർത്തെ. പഠിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഇത്രയും നല്ല രീതിയിൽ ബാബയെ നമ്മൾ റിഗാർഡ് വെക്കുന്നില്ല, ബാബയെ നമുക്ക് ആദരവ് നൽകുന്നില്ല. ബാബ് കഹത്തെ ഹേ ജിतना തും യാദ് കരെങ്കെ തോ തുമാരാ വികർമ്മ വിനാശ് ഹോങ്കെ. ബാബ പറയുന്നു എത്ര നിങ്ങൾ ഓർമ്മിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ വികർമ്മം കൂടി വിനാശമാകും. ബच्चे कहते हैं बाबा जैसे आप चलावो बाभी मद इन द्वारा ही देंगे ना. കുട്ടികൾ പറയുന്നു ബാബ ഏതുപോലെ താങ്കൾ ഞങ്ങളെ നടപ്പിക്കൂ, ബാബയും കൂടി മതം അവരിലൂടെയാണ് തരുക. परंतु इनकी मत भी लेते नहीं, फिर भी पुरानी सड़ी हुई मनुष्य मत पर ही चलते हैं. പക്ഷേ ഇവരെന്താണ് മതം എടുക്കുന്നേയില്ല, ബാബയിൽ നിന്നുള്ള ശ്രീമതം എടുക്കുന്നില്ല. പഴയ മതത്തിലൂടെ, അതായത് ജീർണിച്ച് അഴുകിയ ആ ഒരു മതത്തിലൂടെ മാത്രമാണ് അവർ നടക്കുന്നത്. देखते भी है शिव बाबा इस रथ पर रथ द्वारा मत देते हैं, फिर भी अपनी मत पर चलते हैं. ഇത് കാണുന്നുണ്ട്, അതായത് ശിവബാബ ഈ രഥം എടുത്തുകൊണ്ട് നമുക്ക് ശ്രീമതം നൽകുകയാണ്, നമ്മളെ പഠിപ്പിച്ച് തരികയാണ്. പക്ഷെ എന്നാൽ കൂടി നമ്മൾ നമ്മുടേതായ മതമനുസരിച്ച് മന്മതമനുസരിച്ച് നടക്കുന്നു. जिसको पाई पाई से की
കൗടി ജൈസി മത് കഹേ ഉസ് പർ ചലത്തെ ഹം. അതായത് പൈസയ്ക്ക് അത്രയും നയ പൈസയ്ക്കുള്ള ഒരു കക്കയ്ക്ക് സമാനമായിട്ടുള്ള ഒരു മതമാണതുള്ളത്. പക്ഷേ അതിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. രാവൺ കി മത് പർ ചലത്തെ ചലത്തെ ഈ സമയം കൗടി മിസൽ ബൻ ഗയേ ഹെ. കക്കയ്ക്ക് സമാനമായിട്ട് മാറുകയാണ് രാവണൻ്റെ മതത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അബ്രാം ശിവബാബ മദ്ദേതേ. ഇപ്പോൾ നമുക്ക് ആരാണ് മതം നൽകുന്നത്? ശ്രീരാമനായ ശിവബാബയാണ്. നിശ്ചയമേം ഹി വിജയ് ഹെ ഇസ്മേം കഭി നുക്സാൻ നഹി ഹോഗ. നിശ്ചയത്തിലാണ് വിജയമുണ്ടായിരിക്കുന്നത്, ഇതിലൊരിക്കലും നഷ്ടം കൂടി വരികയില്ല. നുക്സാൻ കോ ഭി ബാബ ഫായ്ദേമേം ബദൽ ദേംഗെ. നഷ്ടത്തെയാണ് ബാബ ലാഭത്തിലേക്ക് മാറ്റുന്നത്. പരന്തു നിശ്ചയ ബുദ്ധി വാലോംകോ. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ബാബ പറയുന്നുണ്ട്. എന്താണ് ആ കണ്ടീഷൻ? നിശ്ചയ ബുദ്ധിയുള്ളവർക്ക്, അതായത് നഷ്ടത്തെ ലാഭത്തിലേക്ക് ബാബ മാറ്റണമെങ്കിൽ അത് നിശ്ചയ ബുദ്ധിയുള്ളവരുടെ നഷ്ടത്തെ ആയിരിക്കണം. അതായത് നഷ്ടത്തെയും കൂടി ബാബ ലാഭത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. സംശയബുദ്ധി വാലെ അന്തർ ഖുഡ്കാക്കാത്തേ രഹെങ്കെ. സംശയബുദ്ധിയുള്ളവർ എപ്പോഴും ഉള്ളിൽ അവരെപ്പോഴും അവർക്ക് കുറ്റബോധം കൂടി ഉണ്ടായിരിക്കും. നിശ്ചയബുദ്ധി വാലോംക്കു കഭി ഖുഡ്ക കഭി ഘാട്ട നെഹി പട് സക്ത. നിശ്ചയബുദ്ധിയുള്ളവർക്ക് ഒരിക്കലും കുറ്റബോധമോ അല്ലെങ്കിൽ നഷ്ടമോ ഒന്നും സംഭവിക്കുകയില്ല. ബാബ ഖുദ് ഗ്യാരണ്ടി കർത്തേ ഹെ ശ്രീമത് പർ ചലനെ സെ കഭി അകല്യാൺ ഹോ നഹി സക്ത. ബാബ സ്വയം ഗ്യാരണ്ടി തരികയാണ്. അതായത് ശ്രീമതത്തിലൂടെ നടക്കുന്നതിലൂടെ ഒരു അമംഗളകരമായിട്ടുള്ള ഒന്നും നടക്കുകയില്ല എന്ന്. മനുഷ്യമത് കോ ദേഹധാരി കി മത് കഹാ ജാത്ത ഹെ. യഹം തോ ഹൈ ഹി മനുഷ്യമത്. മനുഷ്യമതത്തിന് ദേഹധാരിയുടെ മതം എന്ന് പറയുന്നു. ഇത് ഇവിടെ മനുഷ്യമതമാകുന്നു. ഗായ ഭി ജാത്ത ഹെ മനുഷ്യമത്, ഈശ്വരീയ മത് ഓർ ദേവി മത്. ഇങ്ങനെ മഹിമ പാടുന്നുണ്ട്. മനുഷ്യമതം, ഈശ്വരീയ മതം, പിന്നീട് ദേവി മതം. അബ് തുമേം ഈശ്വരീയ മത് മിലി ഹെ ജിസ്സെ തും മനുഷ്യ സെ ദേവത ബൻതേ ഹോ. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എന്താണ്? ഈശ്വരീയ മതമാണ്. ഇതിലൂടെ നിങ്ങൾ മനുഷ്യരിൽ നിന്ന് ദേവതകളായി മാറുന്നു. ഫിർ വഹാം സെ സ്വർഗമേ തും സുഖി പാത്തേ ഹോ. പിന്നെ അവിടെ നിന്ന് സ്വർഗത്തിൽ നിങ്ങൾ സുഖമാണ് പ്രാപിക്കുന്നത്. കോയി ദുഃഖ കി ബാത് നഹി. യാതൊരു ദുഃഖത്തിൻ്റെ കാര്യവും കൂടിയില്ല. വഹ് ബി സ്ഥായി സുഖ് ഹോ ജാത്ത ഹെ. അതും കൂടി സ്ഥായിയായ സുഖമായി തീരുന്നു. ഇസ് സമയം തുമക്കോ ഫീലിംഗ് മേ ലാന ഹോത്താ ഹെ ഭവിഷ്യ കി ഫീലിംഗ് ആത്തി ഹെ. ഈ സമയത്ത് നിങ്ങൾ ഫീലിങ്ങിൽ വരുന്നു. അതായത് ഏത് ഫീലിംഗ് ആണ്? ഇത് ചിന്തയാണ് ഉണ്ടാവുക നിങ്ങളുടെ ഉള്ളിൽ. ഭാവിയുടെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അഭി യഹേ പുരുഷോത്തം സംഗമയുഗ് ജബ്കി ശ്രീമത് മിൽത്തി. ഇത് പുരുഷോത്തമ സംഗമയുഗമാകുന്നു. എപ്പോഴാണ് നിങ്ങൾക്ക് ശ്രീമതം ലഭിക്കുന്നത്? ബാബ് കെഹത്തെ ഹേ മേ കൽപ്പ് കെ സംഗം യുഗ് പർ ആത്താ ഹൂം. ബാബ പറയുന്നു, ഞാൻ കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിലാണ് വരുന്നത്. ഉസ്കോ തും ജാൻതേ ഹോ. അത് നിങ്ങൾ അറിയുന്നു. ഉൻകി മത് പർ തും ചലത്തേ ഹോ. അവരുടെ മതത്തിലൂടെ നിങ്ങൾ നടക്കുന്നു. ബാബ് കെഹത്തെ ഹേ ബच्चे ഗൃഹസ്ഥ വ്യവഹാർ മേ ഭൽ രഹോ. കോൻ കെഹത്താ ഹേ തും കപ്പടെ ആദി ബദലി കരോ ഫൽ കുച്ച് ഭി പഹനോ. ബാബ പറയുന്നു, കുട്ടികളെ ഗൃഹസ്ഥ വ്യവഹാരത്തിലൊക്കെ ഇരുന്നു കൊള്ളൂ. ആരാണ് പറയുന്നത് വസ്ത്രം മാറ്റണമെന്ന്? അതായത് ഇന്ന വസ്ത്രമേ ഭരിക്കാൻ പാടുള്ളൂ, നിറമുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുമെന്നും പറയുന്നില്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ധരിക്കാം. ബഹുത്തോം സെ കണക്ഷൻ മേ ആനാ പഡ്താ ഹെ. ധാരാളം പേരുമായിട്ട് സംബന്ധത്തിൽ വേണ്ടതായിട്ട് വരുന്നുണ്ട്. രംഗീൻ കപ്പടോം കെ ലിയെ കോയി മനാ നഹി കർത്തേ ഹെ. നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അതിലേക്ക് വേണ്ടി ബാബ ഒരിക്കലും വിലക്ക് പറയുന്നില്ല, തടസ്സപ്പെടുത്തുന്നില്ല. കോയി ഭീ കപ്പട പഹനോ ഉൻസെ കോയി തൈലുക് നഹി. അതായത് ഏത് തരത്തിലുള്ള വസ്ത്രങ്ങൾ വേണമെങ്കിലും നിങ്ങൾ ധരിച്ചുകൊള്ളൂ, പക്ഷെ അതുമായിട്ടൊരു താരതമ്യമൊന്നും ചെയ്യുന്നില്ല. ബാബ് കെഹത്തെ ഹേ ദേഹ് സഹിത് ദേഹ് കെ സബ് സംബന്ധ ചോടു. ബാബ പറയുന്നു, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളും ഒഴിവാക്കുമെന്ന്. ബാക്കി പഹനോ സബ് കുച്ച്. ബാക്കി എല്ലാം എന്ത് വേണമെങ്കിലും നിങ്ങൾ ധരിച്ചുകൊള്ളൂ. സിർഫ് അപ്നിക്കോ ആത്മാ സമജ് ബാപ്കോ യാദ് കരോ യഹ് പക്കാ നിശ്ചയ കരോ. കേവലം ഒരു ഉറച്ച നിശ്ചയം മാത്രം ഉണ്ടായിരിക്കണം. അതായത് സ്വയമിനെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. യഹ് ബി ജാൻതേ ഹോ ആത്മാ ഹി പതിത് ഓർ പാവൻ ബൻതി ഹെ. മഹാത്മാ കോ ഭി മഹാൻ ആത്മാ കഹെങ്കെ, മഹാൻ പരമാത്മാ നഹി കഹെങ്കെ. ഇതുകൂടി അറിയുന്നു, ആത്മാവ് തന്നെയാണ് പതിതവും പാവനവുമായി തീരുന്നത്. മഹാത്മാവിനെയാണ് മഹാൻ ആത്മാവെന്ന് പറയുന്നത്. മഹാൻ പരമാത്മാവെന്നൊരിക്കലും പറയുകയില്ല. കഹനാ ഭി ശോഭത നഹി. പറയുന്നത് കൂടി ഒരു ശോഭയല്ല. കിത്തനി അച്ചി പോയിന്റ്സ് ഹെ സമജ്നേക്ക്. എത്ര നല്ല നല്ല പോയിന്റ്സാണ് ഇതൊക്കെ, എത്ര നല്ല നല്ല പോയിന്റുകളാണുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
സദ്ഗുരു സർവ്വകോ സദ്ഗതി ദേനെ വാല തോ ഏക് ഹി ബാപ് ഹെ. സദ്ഗുരു അതായത് എല്ലാവർക്കും സദ്ഗതി നൽകുന്നത് കൂടി ഒരേയൊരു അച്ഛനാണ്. വഹാം കഭി അകാലെ മൃത്യു ഹോത്തി നഹി. അവിടെ ഒരിക്കലും അകാല മൃത്യു ഉണ്ടാവുകയില്ല. യഹ് ബി നഹി ജാൻതേ ഥേ. ഇതും കൂടി നമുക്ക് അറിയുമായിരുന്നില്ല. അപ്പോൾ ഇത് സാരി സ്മൃതിയായി. ഇപ്പോൾ നമുക്ക് എല്ലാ മുഴുവൻ സ്മൃതിയും നമുക്ക് വന്നു ചേർന്നിരിക്കുന്നു. യഹ് ബി ബच्चे സമജ്തേ ഹെ ആത്മാ കോ ഹി പാപാത്മാ പുണ്യാത്മാ കഹാ ജാതാ ഹെ. ഇതും കൂടി കുട്ടികളാണ് മനസ്സിലാക്കുന്നത്. അതായത് ആത്മാവിനെ തന്നെയാണ് പാപാത്മാവ്, പുണ്യാത്മാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തരം തിരിക്കുക. പാപ് പരമാത്മാ കഭി നഹി കഹാ ജാതാ ഹെ. ഒരിക്കലും നമ്മൾ പാപ പരമാത്മാവെന്ന് പറയുകയില്ല. പാപാത്മാവെന്ന് പറയും, പക്ഷെ പാപ പരമാത്മാവെന്ന് പറയില്ല. ഫിർ കോയി കഹേ പരമാത്മാ സർവവ്യാപി ഹെ തോ ഭി കിത്നി ബേസംജി ഹെ. ഇനി ആരെങ്കിലും പറയുകയാണ്, നമ്മുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ് പരമാത്മാവ് സർവവ്യാപിയാണ് എന്ന്. അപ്പോൾ ബാബ പറയുകയാണ് എത്ര അറിവില്ലായ്മയാണത്. यह बाप ही बैठ समझाते हैं. अभी तुम जानते हो 5000 वर्ष के बाद पाप आत्माओं को पुण्यात्मा बाप ही आकर बनाते हैं. ബാബ ഇപ്പോൾ നിങ്ങൾ അറിയുന്നു, അതായത് ഓരോ 5000 വർഷത്തിന് ശേഷവും ബാബ എന്ത് ചെയ്യുന്നു, വന്നിട്ട് പാപാത്മാവിനെ പുണ്യാത്മാവാക്കി മാറ്റുന്നു. തും ഫീൽ കർത്തേ ഹോ മായ കിത്നെ വിഘ്ന ഡാൽത്തേ ഹെ. നിങ്ങളത് ഫീൽ ചെയ്യുന്നു, അതായത് മായ എത്ര വിഘ്നമാണ്, നമ്മുടെ ഈ മുന്നോട്ട് പോകുമ്പോൾ എത്ര വിഘ്നമാണ് മായ വന്നിട്ട് ഉണ്ടാക്കുന്നത് എന്ന്. ഏകദം നാക് മേം ദം കർ ദേത്തി ഹെ. അതായത് മൂക്ക് നമ്മൾ പിടിച്ചിട്ട് അത് നമ്മൾ ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ അമർത്തുകയാണ് ചെയ്യുന്നത്. തും സമജ്തേ ഹോ മായാസെ യുദ്ധ കൈസെ ചൽത്തി ഹെ. നിങ്ങൾ മനസ്സിലാക്കുന്നു, അതായത് മായയുമായിട്ട് നമ്മൾ ഏത് തരത്തിലാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. യഹെ ഗുപ്ത് ഇൻകോ തും ഹി ജാൻതേ ഹോ. ഇതിനെ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. മായാസെ ഹം ആത്മാവും കോ യുദ്ധ കർണി ഹെ. മായയുമായിട്ട് നമ്മൾ ആത്മാക്കൾക്ക് യുദ്ധം കൂടി ചെയ്യണം. उन्होंने फिर कौरवों और पांडवों की युद्ध लश्कर आदि क्या क्या बैठ दिखाए हैं. ലോകത്തുള്ള മനുഷ്യരെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയവരെന്ത് ചെയ്യുന്നു, കാണിച്ചിരിക്കുന്നു. കൗരവരും പാണ്ഡവരുമായിട്ട് യുദ്ധം നടന്നു. അതുപോലെ സൈന്യങ്ങളൊക്കെ ധാരാളം കാണിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇസ് യുദ്ധ കാ കിസ്കോ ഭി പതാ നഹി. ഈ യുദ്ധം എന്ന് പറയുന്നത് ആരും തന്നെ അറിയുന്നില്ല. യഹേ ഗുപ്ത് ഇൻകോ തും ഹി ജാൻതേ ഹോ. ഇത് ഗുപ്തമായിട്ടുള്ള ഒരു യുദ്ധമാണ്, അത് നിങ്ങൾ മാത്രമാണ് അറിയുക. മായാസെ ഹം ആത്മാവും കോ യുദ്ധ കർണി ഹെ. മായയുമായിട്ട് നമ്മൾ ആത്മാക്കൾക്ക് യുദ്ധം ചെയ്യണം. ബാപ് കഹത്തെ ഹെ സബ്സെ ബഡാ തുമാരാ ദുഷ്മൻ ഹൈ ഹി കാം. അപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, ഏറ്റവും എല്ലാത്തിലും വലിയൊരു ശത്രുവാരാണ് ഈ കാമ വികാരമാണ്. योग बल से तुम इस पर विजय पाते हो. യോഗബലത്തിലൂടെ നിങ്ങൾ ഇതിൽ വിജയം പ്രാപിക്കുന്നു. योग बल का अर्थ भी कोई नहीं समझते हैं. യോഗബലത്തിൻ്റെ അർത്ഥം കൂടി ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. ജോ സതോപ്രധാൻ ഥേ വഹി തമോ പ്രധാൻ ബനേ. ആരാണ് സതോപ്രധാനരായിട്ടുണ്ടായിരുന്നത് അവർ തന്നെ തമോ പ്രധാനരായി തീരുന്നു. ബാബ് ഖുദ് കഹത്തെ ഹേ ബഹുത് ജന്മോം കെ അന്ത് മേ ഇൻമേ പ്രവേശ് കർത്തേ ഹെ. ബാബ പറയുകയാണ്, സ്വയം പറയുകയാണ്, വളരെ ജന്മങ്ങളുടെ അന്ത്യജന്മത്തിൽ, അവസാന ജന്മത്തിലാണ് ഞാൻ ഇവരിൽ പ്രവേശിക്കുന്നത് എന്ന്. വഹി തമോ പ്രധാൻ ബന ഹേ തത്വം. അവർ തന്നെയാണ് തമോ പ്രധാനമായിട്ട് ആയി തീർന്നത്. ബാബ ഏക്കോ തോടെ ഹി കഹെങ്കെ നമ്പർ വാർ സബ്കോ കഹത്തെ. ബാബ ഒരാളോട് മാത്രമായിട്ട് പറയുന്നില്ല, നമ്പർ വാറായിട്ട് പറയുകയാണ്, എല്ലാവരോടും പറയുകയാണ്. നമ്പർ വാർ കോൺ ഹേ യഹാം തുംകോ പത്താ പടാ ഹെ. നമ്പർ വാർ ആരൊക്കെയാണ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് അറിയാം. ആഗേച്ചൽ തുംകോ ബഹുത് പത്താ പടേക. ഇനി മുന്നോട്ട് പോകുമ്പോൾ ബാബ പറയുകയാണ്, ഇനിയും ധാരാളം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. മാലാക്ക തുംകോ സാക്ഷാത്കാർ കരായെങ്കിൽ. മാലയുടെ സാക്ഷാത്കാരം നിങ്ങൾക്ക് ചെയ്യിപ്പിക്കും. स्कूल में जब ट्रांसफ़र होते हैं तो सब मालूम पड़ जाता है ना. റിസൾട്ട് സാരി നിക്കൽ ജാത്തി ഹെ. സ്കൂളിൽ എപ്പോഴാണ് ട്രാൻസ്ഫർ ആവുന്നത് അപ്പോഴും നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. അതായത് എല്ലാ റിസൾട്ടും സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് എല്ലാ റിസൾട്ടും ഒക്കെ വരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നമ്പർ വാർ ആരൊക്കെയാണെന്നുള്ളതൊക്കെ ബാബയ്ക്ക് അറിയാം. ബാബാനെ ബച്ചി സെ പൂച്ച തുമാരെ ഇംതിഹാൻ കെ പേപ്പർ കഹാം സെ ആത്തെ ഹെ. ബാബ കുട്ടിയോട് ചോദിച്ചു, അതായത് നിങ്ങളുടെ പരീക്ഷയുടെ പേപ്പർ എവിടെ നിന്നാണ് വരുന്നത്. ബോലി ലണ്ടൻ സെ. അപ്പോൾ കുട്ടി മറുപടി പറഞ്ഞു, അതായത് ലണ്ടനിൽ നിന്നാണ് പരീക്ഷാ പേപ്പർ വരുന്നത് എന്ന്.
അബ് തുമാരെ പേപ്പേഴ്സ് കഹാം സെ നിക്ലേംഗെ? ബാബ പറയുന്നു, ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ പേപ്പേഴ്സ് എവിടെ നിന്നാണ് വരിക? എവിടെ നിന്നാണ് വരിക? എന്താ ഉത്തരം പറയുക? ഊപ്പർ സെ. തുമാര പേപ്പർ ഊപ്പർ സെ ആയേഗ. നിങ്ങളുടെ പേപ്പേഴ്സൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? മുകളിൽ നിന്നാണ് വരുന്നത്. മുകളിൽ നിന്ന് വന്നു ചേരും. സബ് സാക്ഷാത്കാർ കരേങ്കെ, എല്ലാം സാക്ഷാത്കാരം ചെയ്യും. കൈസി വണ്ടർഫുൾ പടായി ഹേ. ഇപ്പോൾ ബാബ പറയുകയാണ്, ഇങ്ങനെയൊക്കെ പേപ്പേഴ്സ്, മുകളിൽ നിന്ന് വരുന്ന പേപ്പേഴ്സ് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. അപ്പം എത്ര വണ്ടർഫുള്ളായിട്ടുള്ള ഒരു പഠിപ്പാണ്, എത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു പഠിപ്പാണിത്. കോൺ പഠാത്തെ ഹി കിസ്കോ പത്താ നഹി, ശ്രീകൃഷ്ണ ഭഗവാനുവാജ് കഹ്ദേത്തെ. ആരാണ് പഠിപ്പിച്ചു തരുന്നതെന്ന് ആർക്കും അറിയുകയില്ല. ശ്രീകൃഷ്ണ ഭഗവാനുവാജ് എന്നൊക്കെ പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവാനുവാജ് കഹ്ദേത്തെ ഹി, പഠായി മേ സബ് നമ്പർ വാർ ഹെ. പഠിപ്പിൽ എല്ലാവരും നമ്പർ വാർ ആയിരിക്കും. തു ഖുഷി ഭി നമ്പർ വാർ ഹോഗി. അതുകൊണ്ട് സന്തോഷവും കൂടി നമ്പർ വാർ ആയിരിക്കും. യഹ് ജോ ഗായൻ ഹേ അതീന്ദ്രിയ സുഖ് ഗോപ് ഗോപിയോം സെ പൂച്ചോ, യഹ് പിച്ചാടി കി ബാത് ഹെ. ഒരു മഹിമയുണ്ട്, അതായത് അതീന്ദ്രിയ സുഖത്തെ പറ്റി അറിയണമെങ്കിൽ ഗോപഗോപന്മാരോട് ചോദിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ഇതും കൂടി നടന്നുപോയ കഴിഞ്ഞ കാര്യങ്ങളാണ്. ബാപ്നെ സംജായ ഹേ ഫൽ जानते हैं यह बच्चे कभी गिरने वाले नहीं है, परंतु फिर भी पता नहीं क्यों क्या होता है. ബാബ, അതായത് ബാബ മനസ്സിലാക്കി തരുന്നു, അതായത് ബാബയെ അറിയുന്നു ഈ കുട്ടി ആരാണോ വീണ് പോകുന്നത്, പക്ഷെ എന്നിട്ടും കൂടി അറിയുന്നില്ല. അപ്പോൾ ബാബ ഇതെല്ലാം അറിയുന്നു. അതായത് ഈ കുട്ടി വീണ് പോകേണ്ട കുട്ടിയല്ല, എന്നാൽ കൂടി ഇതൊന്നും അറിയുന്നില്ല. അതായത് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല. വീണു പോകേണ്ട കുട്ടിയൊന്നുമല്ല, പക്ഷേ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇതും കൂടി ബാബ മനസ്സിലാക്കുന്നു. പഠൈഹി നിഹി പഠിത്തേഹിം തക്തീർമേം നിഹിഹെ. പഠിപ്പ് കൂടി പഠിക്കുന്നില്ല. അപ്പോൾ ബാബ എന്താ പറയുന്നത്? അവരുടെ ഭാഗ്യത്തിൽ കൂടി ഇല്ല. थोड़ा ही उनको कहा जाए कि जाकर अपना घर बसावो उस दुनिया में तो छट चले जाएंगे. അവരോടിങ്ങനെ പറയുകയാണ്, അതായത് നിങ്ങളുടെ വീടിനെ പോയിട്ട് സംരക്ഷിച്ചോളൂ, ആ ലോകത്തിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ഒഴിവാകും. കഹാം സെ നിക്കൽ കഹാം ചലേ ജാത്താ ഹെ, ഉൻകി ചാൽ ചലൻ ബോൽന കർണ ഹി ഐസാ ഹോത്താ ഹെ. എവിടെ നിന്ന് വന്നിട്ട് എവിടെ പോകുന്നു, അതായത് അവരുടെ പെരുമാറ്റ രീതികൾ, നടപ്പ് എല്ലാം അത്തരത്തിലാകുന്നു. സമജ്തേ ഹി ഹംകോ അഗർ ഇത്തനാ മിലേ തോ ഹം ജാക്കർ അലഗ് രഹേ. ഇങ്ങനെ മനസ്സിലാക്കുന്നു, നമുക്ക് ഇത്രയും ലഭിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് വേറിട്ട് നിൽക്കുമെന്ന്. ചലൻ സെ സംജ ജാത്താ ഹെ, ഇസ്കാ മത്ലബ് നിശ്ചയ നിഹി ലാചാരി ബൈറ്റേ. അതായത് നമുക്കെന്താണ്, ഇത് നടപ്പിലൂടെ തന്നെ ഇതെല്ലാം മനസ്സിലാകുന്നു. അതായത് ഇതിൻ്റെ അർത്ഥം നിശ്ചയമില്ല എന്നല്ല, അതായത് നമ്മൾക്ക് കേവലം എന്താണ്, ഒരു നിസ്സഹായത മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത്. നിശ്ചയം എന്നല്ല പറയുക, നിശ്ചയമില്ല എന്നല്ല, അവിടെ നിസ്സഹായരായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ബഹോത് ഹേ ജോ ജ്ഞാൻ ക ഗാ ഭി നഹി ജാനത്തെ. അതായത് ജ്ഞാനത്തിൻ്റെ ഒരു കാര്യം പോലും അവരറിയാത്ത, ആദ്യാക്ഷരങ്ങൾ കൂടി അറിയാത്ത കുട്ടികൾ കൂടി ഉണ്ട്. കഭി ബൈത്തെ ഭി നഹി. അവർ ആദ്യപാഠം അറിയാത്ത കുട്ടികൾ കൂടിയുണ്ട്, അവരൊരിക്കലും ഇരിക്കുന്ന കൂടി ഇല്ല. മായ പട്നെ നഹി ദേത്തി. മായ എന്ത് ചെയ്യുന്നു? നമ്മളെ പഠിപ്പിക്കുന്നു കൂടി ഇല്ല. പഠിക്കാൻ കൂടി നമ്മളെ സമ്മതിക്കുന്നില്ല. ഐസെ സബ് സെൻറ്റേഴ്സ് പറയാം. അത്തരത്തിലുള്ള കുട്ടികൾ സെൻറ്റേഴ്സിൽ വരുന്നുണ്ടെന്നാണ് ബാബ പറയുന്നത്. അത്തരത്തിലുള്ള കുട്ടികൾ, അതായത് ജ്ഞാനത്തിൻ്റെ ആദ്യപാഠം പോലും അറിയാത്തവർ, അതുപോലും പഠിക്കാൻ താല്പര്യമില്ലാത്തവർ കുട്ടികളും കൂടി ഉണ്ട്. കഭി പട്നയാത്തേ നിഹി വണ്ടർ ഹേന. അപ്പോൾ എത്ര അത്ഭുതമാണല്ലോ ഇത് എന്നാണ് ബാബ ചോദിക്കുന്നത്. കിത്തനി ഊഞ്ചി നോളജ്, എത്ര വലിയ ജ്ഞാനമാണ്. ഭഗവാൻ പഠാത്തേ ഹി ബാബ കഹേ യഹ് കാം ന കരോ മനേങ്കെ നിഹി. ഭഗവാനാണ് പഠിപ്പിച്ചു തരുന്നത്. ബാബ പറയുന്നു ഈ കർമ്മം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നില്ല. സരൂർ ഉൾട്ടാ കാം കർക്കെ ദിഖായെങ്കിൽ, നേരെ വിരുദ്ധമായിട്ടുള്ള, തലതിരിച്ചിട്ടുള്ള ഒരു കർമ്മം ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. രാജസ്ഥാനി സ്ഥാപൻ ഹോ രഹി ഹേ ഉസ്മേ തോ ഹർ പ്രകാർ കെ ചാഹേന. നമ്മുടെ രാജധാനിയൊക്കെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എത്ര വലിയ രീതിയിൽ, അത് ഓരോ പ്രകാരത്തിലുള്ളതും ആയിരിക്കും, അല്ലെ, ഓരോ പ്രകാരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാകും. ഊപ്പർ സെ ലേക്കർ നീച്ചെ തക് സബ് ബൻതേം. വൈവിധ്യമാർന്ന പ്രകാരത്തിലുള്ള കാര്യങ്ങളുണ്ടാകും. അതായത് ആദ്യം മുതൽ അവസാനം വരെ
മുകളിൽ നിന്ന് താഴേക്ക് വരുന്നവരെ എല്ലാ കാര്യങ്ങളും അവിടെ പല രീതിയിലായിട്ട് ഉണ്ടാകും. മർത്തബെ മേ ഫറക് തോ രഹ്താ ഹേ നാ, യഹാം ഭി നമ്പർവാർ മർത്തബെ, അത് പദവിയിലും കൂടി വ്യത്യാസമുണ്ടാകും, ഇവിടെയും കൂടി നമ്പർവാർ ആയിട്ടുള്ള പദവി ഉണ്ടാകും. സിർഫ് ഫറക് ക്യാ ഹെ, എന്താണ് വ്യത്യാസം? വഹം ആയു ബഡി ഓർ സുഖ് രഹ്താ ഹെ, എന്താ വ്യത്യാസം? എന്താ അവിടെ ആയുസ് വളരെ കൂടുതലായിരിക്കും, അതുപോലെ സുഖം കൂടി ധാരാളം ഉണ്ടായിരിക്കും, സുഖത്തിലായിരിക്കും നമ്മൾ കഴിയുക. ഇവിടത്തെ പോലെ ദുഃഖമൊന്നും അവിടെ ഉണ്ടാവുകയില്ല. യഹാം ആയു ചോട്ടി ഓർ ദുഃഖ ഹെ, ഇവിടെ ആയുസ് കുറവ് അതുപോലെ ദുഃഖവുമുണ്ട്. ബച്ചോം കി ബുദ്ധിമേ യഹ് വണ്ടർഫുൾ ബാത്തേം ഹെ, കുട്ടികളുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ, ഈ വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. കൈസ യഹ് ഡ്രാമ ബനാ ഹുവാ ഹെ, ഏത് രീതിയിലാണ് ഈ ഡ്രാമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫിർ കൽപ്പ് ഹം വഹി പാർട്ട് ബച്ചായെങ്കിൽ, പിന്നീട് കൽപ്പം നമ്മൾ അതേ പാർട്ട് തന്നെ അഭിനയിക്കും. കൽപ്പ് ബച്ചാത്തെ രഹത്തേം, ഓരോ കൽപ്പത്തിലും നമ്മൾ ഈ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കും. ഇത്നി ചോട്ടി സി ആത്മാമേ കിतना പാർട്ട് ഭരാ ഹുവാ ഹെ, വഹി ഫീച്ചേഴ്സ് വഹി ആക്ടിവിറ്റി യ സൃഷ്ടി കാ ചക്ര ഫിർത്തി രഹത്താ ഹെ. ബാബ പറയുകയാണ്, ഇത്ര ചെറിയ ആത്മാവിൽ ഈ മുഴുവൻ പാർട്ടും അടങ്ങിയിരിക്കുന്നു. അതായത് അതേ ഫീച്ചേഴ്സ് കാണുന്നു, അതേ ആക്ടിവിറ്റിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സൃഷ്ടിചക്രം എന്ന് പറയുന്നത് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. കിത്നി ചോട്ടി ആത്മാ മേ ഇത്നാ പാർട്ട് ഭരാ ഹുവാ ഹെ, ബനി ബനായി ബൻ രഹി, യ ചക്ര ഫിർ റിപ്പീറ്റ് ഹോഗ, ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വീണ്ടും ഉണ്ടാക്കപ്പെടും, ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടും. സദോ പ്രധാൻ സദോ രജോ തമോമേ ആയെങ്കിൽ, സദോ പ്രധാന സ്റ്റേജ്, പിന്നീട് സ്റ്റേജ് കുറഞ്ഞു വരും, അതായത് സ്റ്റേജ് താഴോട്ട് വരുമ്പോഴെന്താകും, സദോ രജോ തമോ പ്രധാനമായിട്ട് മാറും. ഇസ്മേ മൂഞ്ച്നേക്ക് ബാത് നഹി, ഇതിൽ സംശയിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അച്ഛാ അപ്നേക്കോ ആത്മാ സമജ്തേ ഹോ, എല്ലാം കഴിഞ്ഞിട്ട് ബാബ ചോദിക്കുകയാണ്, കുട്ടികളെ സ്വയമിനെ നിങ്ങൾ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ആത്മാ കാ ബാപ് ശിവബാബ ഹെ, യഹ് തോ സമജ്തേ ഹോ നാ, ആത്മാവിൻ്റെ അച്ഛനാരാണ്? ശിവബാബയാണ്, ഇതും കൂടി മനസ്സിലാക്കുന്നുണ്ടല്ലോ. തോ സതോ പ്രധാൻ ബൻതേ ഹേ വഹി ഫിർ തമോ പ്രധാൻ ബൻതേ, അപ്പോൾ സതോ പ്രധാനരാകുന്നു, പിന്നീട് അവർ തന്നെ തമോ പ്രധാനരായിട്ട് മാറുന്നു. ഫിർ ബാപ്കോ യാദ് കരോ തോ സദോ പ്രധാൻ ബൻ ജായെങ്കിൽ, പിന്നീട് ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ എന്തായി മാറും? സദോ പ്രധാനരായിട്ട് മാറും. യഹ് തോ അച്ഛാ ഹേന, ഇത് നല്ലതാണല്ലോ. ബസ് യഹാം തക് ഹി ടഹരാ ദേന ചാഹിയെ, ബോലോ ബെഹദ് കബാബ് യ സ്വർഗ് കാ വർസാ ദേതേം, ഇവിടെ വരെ ഇത് ഉണ്ടായിരിക്കണം, അതായത് പരിധിയില്ലാത്ത അച്ഛൻ സ്വർഗത്തിൻ്റെ സ്വത്താണ് നൽകുന്നത്. വഹി പതിത് പാവൻ, അവരാരാകുന്നു? പതിത പാവനരാകുന്നു. ബാപ്പ് നോളജ് തേത്തേ ഹേ ഇസ്മിം ശാസ്ത്രവും ആദി കീത്തോ ബാത് ഹി നഹി, ബാബ നമുക്ക് അറിവാണ്, ജ്ഞാനമാണ് നൽകുന്നത്, ഇതിൽ വേറെ ഒരു കാര്യത്തിൻ്റെയും ശാസ്ത്രങ്ങളുടെയും മുതലായ കാര്യങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല. ശാസ്ത്ര ശുരുമേ കഹാംസെ ആയെങ്കിൽ, ശാസ്ത്രങ്ങളെല്ലാം ആരംഭത്തിൽ എവിടെ നിന്നാണ് വരുന്നത്? യഹ് തോ ജബ് ബഹോത് ഹോ ജാത്തേ ഹേ തബ് ബാദ് മേ ബൈറ്റ് ശാസ്ത്ര ബനാത്തേ, കുറേ കാലം കഴിയുമ്പോഴാണ് ശാസ്ത്രങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നത്. സത്യുഗ് മേ ശാസ്ത്ര ഹോത്തേ നിഹി, സത്യുഗത്തിൽ ഒരിക്കലും ശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. പരമ്പര തോ കോയി ചീസ് ഹോത്തി നിഹി, പരമ്പരയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല. നാം രൂപ് തോ ബദൽ ജായേഗെ, നാമരൂപം എല്ലാം പരിവർത്തനപ്പെടും. അച്ഛാ മീഠേ മീഠേ സിക്കീലതേ ബച്ചോം പ്രതി മാത് പിതാ ബാപ് ദാദാ കാ യാദ് പ്യാർ और गुड मॉर्निंग, रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. धारणा के लिए मुख्य सार. ഒന്നാമത്തെ പോയിന്റ്, कभी भी या हुसैन नहीं मचाना है, बुद्धि में रहे हम विश्व का मालिक बनने वाले हैं. हमारी चलन वार्तालाप बहुत अच्छा होना चाहिए. कभी भी रोना नहीं है, ഒരിക്കലും നിലവിളി കൂട്ടരുത്, ഒരിക്കലും നിലവിളി കൂട്ടരുത്. ബുദ്ധിയിലുണ്ടായിരിക്കണം. നമ്മൾ വിശ്വത്തിൻ്റെ അധികാരികളായി മാറുന്നവരാണ്, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരികളായി മാറുന്നവരാണ്. നമ്മുടെ നടപ്പ്, സംസാരം വളരെ നല്ലതായിരിക്കണം. നമ്മുടെ നടപ്പ്, സംസാരം വളരെ നല്ലതായിരിക്കണം. ഒരിക്കലും കരയരുത്.
ഒരിക്കലും കരയരുത്. നമ്മുടെ നടപ്പ്, സംസാരം എല്ലാം നല്ലതായിരിക്കണം. ഒരിക്കലും കരയരുത്. രണ്ടാമത്തെ പോയിന്റ്, निश्चय बुद्धि बन एक बाप की मत पर चलते रहना है. कभी मूंझना व खुटका नहीं खाना है. निश्चय में ही विजय है, इसलिए अपनी पाय पैसे की मत नहीं चलानी है. നിശ്ചയബുദ്ധികളായി മാറി, നിശ്ചയബുദ്ധിയുള്ളവരായി മാറി ബാബയുടെ മതത്തിലൂടെ നടക്കണം. നിശ്ചയബുദ്ധിയുള്ളവരായി മാറി ബാബയുടെ മതത്തിലൂടെ നടക്കണം. ഒരിക്കലും സംശയിക്കുകയോ കുറ്റബോധത്തിൽ വരികയോ ചെയ്യരുത്. ഒരിക്കലും സംശയിച്ചു പോകരുത്, അതുപോലെ കുറ്റബോധത്തിൽ വരരുത്. നിശ്ചയത്തിൽ തന്നെയാണ് വിജയമുണ്ടാവുക. നിശ്ചയത്തിലാണ് വിജയമുണ്ടാവുക. അതുകൊണ്ട് സ്വയമിൻ്റെ തുച്ഛമായ മതത്തിലൂടെ നടക്കരുത്. അതുകൊണ്ട് സ്വയമിൻ്റെ തുച്ഛമായ മതത്തിലൂടെ നടക്കരുത്. वरदान, किसी भी परिस्थिति में फुल स्टॉप लगाकर स्वयं को परिवर्तन करने वाले सर्व की दुआओं के पात्र भव. ഏതൊരു പരിതസ്ഥിതിയിലും ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട്, പരിതസ്ഥിതിയിലും ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് സ്വയമിനെ പരിവർത്തനം ചെയ്യുന്ന സർവരുടെയും അനുഗ്രഹങ്ങളുടെ പാത്രരായി ഭവിക്കട്ടെ. സർവരുടെയും അനുഗ്രഹത്തിന് പാത്രമായി ഭവിക്കട്ടെ. ഏതൊരു പരിതസ്ഥിതിയിലും ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് സ്വയമിനെ പരിവർത്തനം ചെയ്യുന്ന സർവരുടെയും അനുഗ്രഹങ്ങൾക്ക് പാത്രരായി ഭവിക്കട്ടെ. വിശദീകരണം, किसी भी परिस्थिति में फुल स्टॉप तब लगा सकते हैं जब बिंदु स्वरूप बाप और बिंदु स्वरूप आत्मा दोनों की स्मृति हो. എപ്പോഴാണ് ബിന്ദു സ്വരൂപമായ അച്ഛൻ്റെയും ബിന്ദു സ്വരൂപമായ ആത്മാക്കളുടെയും രണ്ടിൻ്റെയും സ്മൃതി ഉണ്ടായിരിക്കുന്നത് അപ്പോഴാണ് ഏതൊരു പരിതസ്ഥിതിയിലും ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കുക. എപ്പോഴാണ് ബിന്ദുസ്വരൂപനായ അച്ഛൻ്റെയും ബിന്ദുസ്വരൂപനായ സ്വരൂപരായ ആത്മാക്കളുടെയും സ്മൃതി ഉണ്ടായിരിക്കുന്നത്, അപ്പോഴാണ് ഏതൊരു പരിതസ്ഥിതിയിലും നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കുക. കൺട്രോളിംഗ് പവർ ഹോ, നിയന്ത്രണ ശക്തി ഉണ്ടായിരിക്കണം. जो बच्चे किसी भी परिस्थिति में स्वयं को परिवर्तन कर फुल स्टॉप लगाने में स्वयं को पहले ऑफर करते हैं, वह दुआओं के पात्र बन जाते हैं. ഏത് കുട്ടികളാണ് ഏത് പരിതസ്ഥിതിയിലും സ്വയമിനെ പരിവർത്തനം ചെയ്ത് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിൽ സ്വയമിനെ ഓഫർ ചെയ്യുന്നത് അവർ അനുഗ്രഹത്തിന് പാത്രമായി മാറുന്നു. അവർ
അനുഗ്രഹങ്ങളുടെ പാത്രരായി മാറുന്നു. ഉന്നെ സ്വയം കോ സ്വയം ഭി ദുവായും അർത്ഥാത് ഖുഷി മിൽത്തി. അവർക്ക് സ്വയം തന്നെ സ്വയമിൻ്റെ അനുഗ്രഹങ്ങൾ, അതായത് സന്തോഷം ലഭിക്കുന്നു. അവർക്ക് സ്വയം തന്നെ സ്വയമിൻ്റെ അനുഗ്രഹങ്ങൾ അഥവാ സന്തോഷം ലഭിക്കുന്നു. ബാബ് ദ്വാര ഓർ ബ്രാഹ്മൺ പരിവാർ ദ്വാര ഭി ദ്വായ മിൽത്തി ഹെ. ബാബയിലൂടെ പിന്നീട് ബ്രാഹ്മണ പരിവാരത്തിലൂടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. स्लोगन, जो संकल्प करते हो उसे बीच बीच में दृढ़ता का ठप्पा लगाओ तो विजयी बन जाएंगे. ഏത് സങ്കല്പമാണ് ചെയ്യുന്നത് അതിനെ ഇടയ്ക്കിടയ്ക്ക് ദൃഢതയുടെ സീല വയ്ക്കുക. അപ്പോൾ വിജയികളായിത്തീരും. ഏത് സങ്കല്പമാണ് ചെയ്യുന്നത് അതിന് ഇടയ്ക്കിടയ്ക്ക് വിജയത്തിൻ്റെ അച്ച് അല്ലെങ്കിൽ സീല വയ്ക്കുക. അപ്പോൾ വിജയികളായി തീരും. ഏത് സങ്കല്പമാണ് ചെയ്യുന്നത് അതിന് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? സീല വെച്ചുകൊണ്ടിരിക്കണം, അല്ലേ? വിജയത്തിൻ്റെ ദൃഢതയുടെ സീല വെച്ചുകൊണ്ടിരിക്കണം. അപ്പം സ്വതവേ നമ്മൾ എന്തായി മാറും? ആരായി മാറും? വിജയികളായിട്ട് മാറും. വ്യർത്ഥ രീതിയിലുള്ള സങ്കല്പങ്ങളൊന്നും തന്നെ നമുക്ക് വരികയില്ല. ആ ടൈമിൽ നമ്മൾ വിജയികളായിട്ട് മാറും. ദൃഢത നമ്മളിലുണ്ടെങ്കിൽ. ഓം ശാന്തി. बाबा तेरी मुरली